ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ക്യാമറ താഴെ വയ്ക്കാം. അയ്യോ വേണ്ട, അത് വേണ്ട, ശരിയാവില്ല. ഇത് ഇതാ, ഇങ്ങനെ തരൂ. ഇരിക്കൂ ഇരിക്കൂ. ഒരു മിനിറ്റ്. ഇത് കോള് ഓഫ് ചെയ്തിരിക്കാം. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച ശശിയോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ആ ദുഷ്ടനോടോ? ആ, അവൻ അന്ന് അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. ഇതാരാ ഈ സമയത്ത്? ഹാപ്പി മാരീഡ് ലൈഫ്. സമ്മാനം തന്നിട്ട് നീ ഓടിക്കളയാൻ പോടാ. വാടാ ഇങ്ങോട്ട്. രാവിലെ വിവാഹത്തിനെത്താൻ സാധിക്കാത്തതിൽ ആദ്യമേ സോറി. എന്നെപ്പോലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ പ്രൊഡ്യൂസർമാർ സമയം തരില്ല. അത് തന്നെയാ പ്രശ്നം. ഇന്നാ ഇത് പിടി, എന്റെ കയ്യിൽ ഭാരം ഒഴിയട്ടെ. കല്യാണത്തിന് വരാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചതാ. പാലക്കാട് ലൊക്കേഷൻ, പോരാത്തിന് മമ്മൂട്ടി സാറിന്റെ കോമ്പിനേഷനും. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുമോ? ഞാൻ വേഗം പോയേക്കാം. നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ടെമ്പോ ഞാനായിട്ട് കളയുന്നില്ല. വിളിക്കുന്നില്ല പടേ. ശ്രീജേ, നീ ഇരിക്കേ. ശ്രീജേ, ഇത് വലിയ ശല്യമായി. പറ്റില്ല, പോകാൻ പറ്റില്ല. വിടമാട്ടെ. അഡ്വാൻസ് ഒക്കെ ചോള ചോള പോലെ എന്നെ വാങ്ങിച്ചിട്ട് ചിരഞ്ജീവിയുടെ കൂടെ നടിക്കാൻ പോണോ? അത് ഇവിടെ നടക്കില്ല. നോ നോ നോ, നത്തിങ് ഡൂയിങ്. ആരാ? തന്നിഷ്ടയാ. തന്നിഷ്ടയോ? അതാരാ? തെലുങ്കിലെ പുതിയ നടിയാ തന്നിഷ്ട. അവളുടെ തന്നിഷ്ടൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ എന്നിഷ്ടമേ നടക്കൂ. ഞാൻ ഹാപ്പിയാണ് സുധി. നല്ല ഐശ്വര്യമുള്ള, നല്ല പോസിറ്റീവ് എനർജി ഉള്ള കുട്ടിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് റഫീഖ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിസ്റ്റർ ഭാഗ്യവതിയാ. ഇവനെ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരുത്തനെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇവൻ വെറുമൊരു വീഡിയോഗ്രാഫർ ആണ്ട് ആളല്ല. ഇവന്റെ ഫ്യൂച്ചർ അങ്ങ് സിനിമയില. ഇവൻ വലിയൊരു ക്യാമറമാനായി തീരും, എനിക്കുറപ്പാ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചാണോ? ഞാൻ വരുന്ന വഴി കഴിച്ചതാ. എന്നാ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അപ്പൊ സിസ്റ്ററെ, ഞാൻ ഇറങ്ങിയെന്ന്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ എവിടെ? അകത്തുണ്ട്. ഇനി വന്നേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്നെ ക്യാമറാമാൻ ശേഖരന്റെ അസിസ്റ്റന്റ് ആക്കാന്ന് പറഞ്ഞ് റഫീക്ക് വിളിച്ചിരുന്നു. ഇന്ന് രാത്രി എന്നെ പാലക്കാട് എത്തണമെന്ന്. എന്റെ ഭാഗ്യം തെളിഞ്ഞു എന്നാ തോന്നണേ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലേ? ഇന്ന് ഏതായാലും മടങ്ങിയെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവിടെ ചെന്നോടം വിളിക്കാം. പിന്നെ തൽക്കാലം അമ്മ ഈ വിവരം അറിയണ്ട. അതെന്താ? സിനിമയുടെ കാര്യത്തിനാണ് പോകുന്നതെന്ന് അറിഞ്ഞാ ഞാൻ സ്റ്റുഡിയോ നോക്കാതെ നടക്കുകയാണെന്നും പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കും. അയ്യോ, കള്ളം പറഞ്ഞു പോയിന്നെങ്ങാനും അറിഞ്ഞ എന്നെ പറ്റി അമ്മ എന്ത് വിചാരിക്കും? അതൊന്നും സാരമില്ല. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം. വരൂ, പെട്ടി പാക്ക് ചെയ്യാം. റഫീഖ്, വല്ലാത്ത വിശപ്പ്. നിന്നെ കാണാതായപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി. ട്രെയിൻ ലേറ്റായോ? നീ ഫുഡ് കഴിക്കി. വേണ്ട, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. കുളിയൊക്കെ പിന്നെ ആവാം. ഡയറക്ടറുടെ മുറിയിൽ ക്യാമറമാനും റൈറ്ററും ഡിസ്കഷനിലാ. നമുക്ക് അങ്ങോട്ട് പോയി ഷെയർ കണ്ടേ. നീ കഴിക്കി. ലഡു പോലത്തെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, കടലക്കറി, ചപ്പാത്തി, സലാഡ്. ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട, ഞാൻ കഴിക്കില്ല. കഴിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കുപ്പിയുമോരായിട്ടുണ്ട്. എന്നിട്ടും ചിലർ കഴിക്കുന്നില്ലേ? ഹലോ, എന്താ മോളെ പറയ്. ശബ്ദം വരുന്നോ? കുറച്ച് പഴകിക്കഴിഞ്ഞാൽ ശബ്ദമൊക്കെ വരും. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ അത് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും മോളെ. വെക്കട്ടെ?
റെയിൽവേ സ്റ്റേഷനിലെ ചേരി കിടന്നുറങ്ങിയ പെണ്ണ ഇപ്പൊ അവർക്ക് സ്പ്ലിറ്റേഴ്സിന്റെ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. ആരാ? നടി അവിനാശി. വരുമ്പോ കാക്കക്കുയില് പോയിരുന്ന പെണ്ണ. പ്രൊഡക്ഷൻ ഷാപ്പാടൊക്കെ അടിച്ച ഈ കാണുന്ന നെറവും മസിലൊക്കെ ഉണ്ടായത്. ഈ പ്രൊഡക്ഷൻ ഷാപ്പാട് 2 ആഴ്ച അടിച്ച നീ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും. പിന്നെ ഇത് ഏത് തരത്തിലുള്ള സിനിമയാ? ഇതൊരു പ്യുവർ ഫാമിലി ചിത്രമാണ്. ഡൈവോഴ്സായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. സൂപ്പർ ഹിറ്റ് ആവും. ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ റിലീസിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. എന്താ ഇതിന്റെ കഥ? കഥയൊക്കെ പറയാം. ആദ്യം നമുക്ക് ക്യാമറമാനെ കാണണം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. ഇപ്പോ പടത്തിന്റെ 1/3 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ക്ലൈമാക്സ് എന്താണെന്ന് ഫിക്സ് ചെയ്യാതെ ബാക്കി സീൻസ് എടുക്കാൻ പറ്റില്ല. യെസ്. റഫീഖെ, നാളത്തെ ലൊക്കേഷൻ ഓക്കെ അല്ലേ? ഓക്കെ സർ. ശേഖർ സാർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഒരു 5 മിനിറ്റ് റഫീഖെ, ഇതൊന്ന് തീർത്തോട്ടെ. ഇപ്പൊ അനിൽ എഴുതിയിരിക്കുന്ന ക്ലൈമാക്സ് വളരെ യൂഷ്വലാണ്. നമ്മൾ ഈ ഫാമിലി പടം എടുക്കുമ്പോൾ വളരെ അൺയൂഷ്വൽ ക്ലൈമാക്സ് ആയിരിക്കണം, എങ്കിലേ ലേഡീസ് അക്സെപ്റ്റ് ചെയ്യൂ. ശേഖരൻ എന്ത് തോന്നുന്നു? അത് ശരിയാ. പ്ലെയിനായിട്ട് കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ഒരു ട്വിസ്റ്റ് വേണം. അതാ ഞാനും പറയുന്നത്. അനിൽ വേറെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 1-2 ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിൽ ബെറ്റർ ആയത് ഞാൻ പറയാം. ലീഗലി ഡൈവേഴ്സായി പിരിഞ്ഞിരിക്കുന്ന രേഖയ്ക്കും രവിക്കും വീട്ടുകാർ വേറെ വിവാഹം ആലോചിക്കുന്നു. ഇരുവർക്കും വേറെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനാവുന്നില്ല. 5 വയസ്സുള്ള മകൾ രവിക്കൊപ്പമാണ്. കുട്ടിയെ വിട്ടുകിട്ടാൻ രേഖയുടെ അച്ഛൻ കുടുംബ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. കുട്ടിക്കാണെങ്കിൽ അച്ഛനും വേണം, അമ്മയും വേണം. ഇതിനിടയിൽ രേഖയ്ക്ക് അച്ഛൻ കല്യാണം ഉറപ്പിക്കുന്നു. രേഖയുടെ വിവാഹം നിശ്ചയിച്ചത് രവിക്ക് വല്ലാത്തൊരു ഷോക്കാവുന്നു. രേഖ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് രവി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇരുവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കല്യാണ ദിവസം കതിർ മണ്ഡപത്തിൽ രേഖ ഇരിക്കുന്നു. തൊട്ടടുത്ത് വരൻ. മന്ത്രോച്ചാരണങ്ങൾ. രേഖയുടെ ടെൻഷൻ. വേവത പൂണ്ട അവളുടെ കണ്ണുകൾ അറിയാതെ വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പിന്നിലായി നിൽക്കുന്ന രവിയെ കാണുന്നു. അവളാകെ വല്ലാതായി. തന്റെ ഭർത്താവ് തന്നെ തേടി വന്നിരിക്കുന്നു. ഒന്നും ചെയ്യാനാവാത്ത അവളുടെ അവസ്ഥ. ടെൻഷൻ. നിമിഷങ്ങൾക്കകം പ്രതിമ കണക്കായിരിക്കുന്ന അവളുടെ കഴുത്തിൽ വരൻ താലി ചാർത്തുന്നു. ഉയരുന്ന വാദ്യമേളങ്ങൾ. നിരാശനായ രവി തിരിഞ്ഞു നടക്കുന്നു. ഫ്രീസ്. ഈ ക്ലൈമാക്സിന് യാതൊരു പുതുമയില്ല. ഇതിനു മുൻപും പല പടങ്ങളിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയാ, പണ്ട് ഏതോ ഒരു തമിഴ് പടത്തിൽ കണ്ടായിട്ട് ഓർക്കുന്നു. ഭർത്താവുള്ള ഹീറോയിൻ വേറെ കല്യാണം കഴിച്ചാൽ ലേഡീസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് വെച്ച് തന്നെ ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കേ. ഞാനും ആലോചിക്കാം. സർ, ഞാനൊരു സജഷൻ പറയട്ടെ. സോറി സാർ, ഒന്നുമില്ല. അയാൾക്ക് എന്തോ സജഷൻ പറയാനുണ്ട്. നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, പറഞ്ഞോളൂ. ക്ലൈമാക്സ് സിറ്റുവേഷൻ അത് തന്നെയാണ് സർ. കതിർ മണ്ഡപത്തിൽ ഇരിക്കുന്ന നായിക, ഓഡിറ്റോറിയത്തിൽ ആദ്യ ഭർത്താവും ഉണ്ട്. ടെൻഷന്റെ കുറെ നിമിഷങ്ങളാണ്. താലി ചാർത്തുന്നതിന് തൊട്ടു മുമ്പായി മമ്മി എന്നുള്ള ഒരു കൊച്ചു കുട്ടിയുടെ വിളി. നായിക നോക്കുമ്പോൾ അത് സ്വന്തം മോളാണ്. മമ്മി, ഡാഡി വന്നിട്ടുണ്ട്, നമുക്ക് ഡാഡിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ നായികയെ കൂട്ടി ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവരുടെ റീയൂണിയൻ. വീണ്ടും സെന്റിമെന്റ്സിന്റെ കുറെ നിമിഷങ്ങൾ, അവരുടെ ഒത്തുചേരൽ. അങ്ങനെ ഒന്നിക്കേണ്ടവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഇതാണ് ഞാൻ മനസ്സിൽ കണ്ടത്. ഗുഡ്, കൊള്ളാം. ലേഡീസിന് ഇഷ്ടപ്പെടുന്ന നല്ല ക്ലൈമാക്സ്. എന്തു പറയുന്നു അനിൽകുമാർ? അത് കൊള്ളാം സാർ. എന്നാൽ ഇത് ഫിക്സ് ചെയ്യാലോ. റൈറ്ററാണോ? എന്താ പേര്? സുധീന്ദ്രൻ. ശേഖർ സാറിന്റെ കൂടെ ക്യാമറ അസിസ്റ്റന്റ് ആവാൻ വന്നതാ. എന്തിനാ ക്യാമറ അസിസ്റ്റന്റ് ആകുന്നത്? നല്ല സ്റ്റോറി സെൻസ് ഉള്ള ആളാണല്ലോ. നല്ല കഥകൾ ഉണ്ടാക്കാൻ നോക്ക്. സിനിമയ്ക്ക് ഇപ്പൊ നല്ല റൈറ്റേഴ്സ് ഇല്ലാതിരിക്കുക. ക്യാമറ അസിസ്റ്റന്റായി എത്ര വർഷം കഴിഞ്ഞാലാ ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റുക? ഇതങ്ങനെയല്ലല്ലോ. ഒരു പടം ക്ലിക്കായ പോരെ, അടുത്ത പടത്തിന് പറയുന്ന റെമ്യൂണറേഷൻ വാങ്ങാം. സുധീന്ദ്രന്റെ കൈ നല്ല കഥയുണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്റെ അടുത്ത പടത്തിൽ തന്നെ കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കാം. താങ്ക് യു സർ. നമുക്ക് റൂമിലേക്ക് പോവാം. ശരി. ഞാനൊരു കാര്യം പറയാം. നീ ഇനി വീഡിയോ ക്യാമറയും സ്റ്റിൽ ക്യാമറയും കൈകൊണ്ട് തൊട്ടു പോകരുത്. മൂവി ക്യാമറ എന്നെങ്ങാൻ പറഞ്ഞാൽ വടി വെട്ടിത്തലും ഞാൻ. അതെന്താ? ഈയിടെ ഡയറക്ടർ സാർ പറഞ്ഞു കേട്ടില്ലേ, അടുത്ത പടത്തിന് നിന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാമെന്ന്. സാറിന്റെ അടുത്ത 2 പടത്തിന് കഥ ഇതുവരെ ആയിട്ടില്ല. നീ പോയി പെട്ടെന്ന് 2-3 കഥ തല്ലിക്കൂട്ടി സാറിനെ പറഞ്ഞ് കേൾപ്പിക്ക്. സാമ്പത്തികമായിട്ട് എന്ത് മെച്ചമെന്നറിയോ? ഒരൊറ്റ പടം ഹിറ്റായാ മതി, പിന്നെ ലക്ഷങ്ങളായിട്ട് പ്രൊഡ്യൂസർമാർ ക്യൂ നിൽക്കില്ലേ. 1-2 കഥകളുടെ ത്രെഡ് എന്റെ മനസ്സിലുണ്ട്. ത്രെഡ് ആയാലും ക്ലോത്ത് ആയാലും വേണ്ടില്ല, എത്രയും പേര് കഥ ഉണ്ടാക്കാൻ നോക്ക്. അല്ല, തിരിച്ചു പോകാൻ രാത്രി ഏതെങ്കിലും ട്രെയിൻ കിട്ടുമോ? ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ പറ്റുന്നില്ലല്ലേ. നീ ഭാഗ്യവാനാടാ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ കിട്ടിയിരിക്കുന്നത്. എന്റെ സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൈനബ പിണങ്ങിപ്പോയിട്ട് എന്തായി?
തിരിച്ചു വന്നോ? എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞില്ലേ? എന്തു പറ്റി? സുന്ദരിയായ ഹോം നേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പത്രത്തിലൊരു പരസ്യം കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ തിരിച്ചെത്തി. പ്രശ്നം ഉണ്ടാക്കി കാണും. പ്രശ്നം ഉണ്ടാക്കിയെന്നോ? അവളങ്ങട് വയലിലേക്ക് കളഞ്ഞില്ലേ? എന്നിട്ട് ഞാനര മോൻ അവളങ്ങട് വയലിലായപ്പോ ഞാൻ സൈലന്റായി.